നമസ്കാരം. ക്ലോസ് എൻകൗണ്ടറിലേക്ക് വീണ്ടും സ്വാഗതം. CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനാണ് ക്ലോസ് എൻകൗണ്ടറിൽ ഈ ആഴ്ച. വളരെ നന്ദി ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ. CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി പദം നിറഞ്ഞൊരു വെല്ലുവിളിയാണ്. എന്നാൽ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആവുക എന്നുള്ളത് ഒരു അവസരവും പ്രതീക്ഷയും. എങ്ങനെയാണ് പുതിയ ദൗത്യത്തെ ഏറ്റെടുക്കാൻ ഉദ്ദേശിക്കുന്നത്? ഇത് വളരെ വലിയ ഒരു ഉത്തരവാദിത്വമാണ് പാർട്ടി എന്നെ ഏൽപ്പിച്ചിട്ടുള്ളത്. അത് നിർവഹിക്കാൻ മറ്റ് പാർട്ടി ഉന്നത നേതൃത്വത്തിലുള്ള സഹാക്കളുടെ കൂടി സഹകരണത്തോടു കൂടി, സംസ്ഥാന കമ്മിറ്റി മെമ്പർമാരുടെ എല്ലാം സഹകരണത്തോടു കൂടി ഈ വെല്ലുവിളി ഏറ്റെടുക്കാൻ കഴിയണമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പെട്ടെന്ന് നിർവഹിക്കേണ്ട ആദ്യ ദൗത്യങ്ങൾ എന്തെങ്കിലും മനസ്സിലുണ്ടോ? പാർട്ടി സംഘടന അതിൻ്റെ കെട്ടുറപ്പ് കാത്തു സൂക്ഷിക്കുക, അത് പാർട്ടി എന്നുള്ള നിലയിൽ നിർവഹിക്കേണ്ടുന്ന ഒരു പ്രാഥമികമായ ചുമതലയാണ്. VS അച്യുതാനന്ദൻ സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഒരു ഘട്ടത്തിൽ അദ്ദേഹം സമ്മേളനത്തിൽ പങ്കെടുക്കാതിരിക്കുക അതൊരു വെല്ലുവിളിയാണോ? ഇനിയത്തെ കാലത്ത് VSനെയും ഒന്നിച്ചു കൊണ്ടുപോവുക എന്ന ദൗത്യം അത്ര എളുപ്പമാണെന്ന് തോന്നുന്നുണ്ടോ? സഖാവ് VS വളരെ പരിണതപ്പറ്റനായിട്ടുള്ള ഒരു നേതാവാണ്. ദീർഘകാലം ഈ പാർട്ടിയുടെ നേതാവായിട്ട് പ്രവർത്തിച്ചു വരുന്ന ഒരു സഖാവാണ്. അങ്ങനെയുള്ളൊരു സഖാവ് പാർട്ടി സംഘടനാ തത്വങ്ങൾക്ക് വിധേയമായിട്ട് പ്രവർത്തിക്കുമെന്നാണ് ഞങ്ങൾ കരുതുന്നത്. ഇപ്പോൾ ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ആ പ്രശ്നങ്ങൾ പരിഹരിച്ച് ഈ പാർട്ടിയുടെ ഭാഗമായി സഖാവ് പ്രവർത്തിക്കുമെന്ന വിശ്വാസം തന്നെയാണ് ഇപ്പോഴും പാർട്ടിക്കുള്ളത്. പക്ഷേ VSനെ സംബന്ധിച്ചിടത്തോളം പാർട്ടി വിരുദ്ധ മനോഭാവമാണ് VS അച്യുതാനന്ദന് എന്ന് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി സമ്മേളന തലേന്ന് വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്ത് പറയുകയാണ്. അങ്ങനെ എന്നെ പാർട്ടി വിരുദ്ധനാക്കിയിരിക്കുന്നു, ആ മുദ്രണം എൻ്റെ മേൽ ചാർത്തപ്പെട്ടിട്ടുള്ളത് കൊണ്ട് തന്നെ എനിക്ക് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് VS അച്യുതാനന്ദൻ അറിയിക്കുകയാണ്. യുക്തിയില്ലേ അതിൽ? അത് അങ്ങനെ ഒരു പ്രസ്താവന ചെയ്യേണ്ടി വന്ന സാഹചര്യം VSനെ കൂടി അറിയാം. സഖാവ് VS കൂടി പങ്കെടുത്ത സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഈ പ്രസ്താവന വായിച്ച് ചർച്ച ചെയ്തുകൊണ്ടാണ് ആ പ്രമേയം തയ്യാറാക്കിയത്. ഇങ്ങനൊരു വാചകത്തിലൊരു മാറ്റം വരുത്തണം എന്നൊരു അഭിപ്രായം സഖാവ് VSനുണ്ടെങ്കിൽ ആ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ സഖാവിന് ഉന്നയിക്കാമായിരുന്നു. അതിൽ പാർട്ടി വിരുദ്ധ മനോഭാവത്തിലേക്കെത്തി എന്നുള്ളതാണ് സെക്രട്ടേറിയറ്റ് ആരോപിച്ചത്. അതിന് കാരണം CPMൻ്റെ നേരെ ഫാസിസ്റ്റ് രീതിയിൽ ഉള്ള പ്രവർത്തനമെന്നുള്ള ശത്രുക്കൾ ഉന്നയിക്കുന്നൊരു ആരോപണമാണ് ആ കത്തിനകത്ത് ഉന്നയിച്ചത്. അങ്ങനൊരു സ്ഥിതി പാർട്ടിയുടെ ഒരു സെൻട്രൽ കമ്മിറ്റി മെമ്പർ തന്നെ ഉന്നയിച്ചു കഴിഞ്ഞാൽ അത് വളരെ ഗുരുതരമായിട്ടുള്ള അവസ്ഥ പാർട്ടി കണികളുണ്ടാവും. പാർട്ടി നിലപാട് എന്താണ് എന്നുള്ള ചോദ്യം വരും. അങ്ങനെ വരുമ്പോൾ പാർട്ടി കണികളിൽ ആശയക്കുഴപ്പമുണ്ടാകും. ഇതുമാത്രമല്ല, കത്തിൽ ഉന്നയിച്ച മറ്റൊട്ടേറെ പ്രശ്നങ്ങളുണ്ട്. ആ സന്ദർഭത്തിൽ പാർട്ടിയെ കാത്തു സൂക്ഷിക്കുക, പാർട്ടി ശിഥിലമായി പോകാതെ പിടിച്ചു നിർത്തുക എന്ന ഉത്തരവാദിത്വം പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിനുണ്ട്. ആ ഉത്തരവാദിത്വമാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അന്ന് നിർവഹിച്ചത്. VS അച്യുതാനന്ദനാണത് മലയാള മനോരമ ദിനപത്രത്തിന് എടുത്തു കൊടുത്തതെങ്കിൽ പാർട്ടിക്ക് ശരിയാവണ്ണം പാർട്ടി വിരുദ്ധ മനോഭാവത്തോടു കൂടിയാണ് VS പ്രവർത്തിക്കുന്നതെന്ന് പറയാമായിരുന്നു. പക്ഷേ പാർട്ടിയുടെ മുമ്പിൽ ഇപ്പോൾ VS അച്യുതാനന്ദനാണത് മലയാള മനോരമ ദിനപത്രത്തിന് എടുത്തു കൊടുത്തത് എന്നെ സംബന്ധിച്ച് വ്യക്തതയില്ല. പിന്നെ എങ്ങനെയാണ് VS അച്യുതാനന്ദനെ പാർട്ടി വിരുദ്ധ മനോഭാവമുള്ളയാളെന്ന് വിളിക്കുന്നത്? അതിനകത്ത് ഉന്നയിച്ചിരിക്കുന്ന വാക്കുകൾ, വാചകങ്ങൾ, അതിനെപ്പറ്റിയാണ് പാർട്ടി സെക്രട്ടേറിയറ്റ് വിലയിരുത്തിയത്. അത് പാർട്ടിക്ക് തന്ന കത്തല്ലേ? പാർട്ടിക്ക് തന്ന കത്ത് പൊതുജന മുമ്പിലേക്ക് വന്നു കഴിഞ്ഞു. ആ പൊതുജന മുമ്പിലേക്ക്, ജനങ്ങളുടെ മുമ്പിൽ പാർട്ടി ഇത്തരത്തിലൊരു പാർട്ടിയാണെന്നുള്ള ചിത്രീകരണം വന്നു കഴിഞ്ഞാൽ അതിന് പാർട്ടി മറുപടി പറയാതിരുന്നാൽ അത് സ്വാഭാവികമായിട്ടും പാർട്ടിയെ ബാധിക്കും. VS അച്യുതാനന്ദനാണ് ആ കത്ത് കൊടുത്തത് എങ്കിൽ ശരിയാണ്. അത് VS അച്യുതാനന്ദൻ അങ്ങനെ ഒരു കത്ത് എഴുതുകയും അത് VS അച്യുതാനന്ദൻ തന്നെ ലീക്ക് ചെയ്യുകയും ഒക്കെ ചെയ്താൽ VS അച്യുതാനന്ദൻ അങ്ങനെ ഒരു ഉദ്ദേശമുണ്ട് എന്ന് സ്വാഭാവികമായും ആർക്കും തോന്നും. ഇത് പക്ഷേ അല്ല, അത് സംബന്ധിച്ച് ഒരു ഇതിലേക്ക് പാർട്ടി പോകാത്തത് അത് പാർട്ടി തുടർന്ന് പരിശോധിക്കേണ്ടുന്ന പ്രശ്നമാണ്. അത് സംഘടനാപരമായിട്ട് പരിശോധിക്കേണ്ടുന്നൊരു കാര്യമാണ്. അതിലേക്ക് പാർട്ടി പോവുക തന്നെ ചെയ്യും. എങ്ങനെയാണിത് കിട്ടിയത് ആ പത്രത്തിന് എന്നുള്ളത് കണ്ടുപിടിക്കുക തന്നെ ചെയ്യും. അതിൽ യാതൊരു സംശയവുമില്ല. അത് പാർട്ടി പോളിറ്റ് ബ്യൂറോ ആ ഉത്തരവാദിത്വം നിർവഹിക്കുക തന്നെ ചെയ്യും. അത് സംഘടനാപരമായിട്ടുള്ളൊരു പ്രശ്നമാണ്. ആ സംഘടനാപരമായ ഭാഗം കൂടി പരിശോധിച്ചതിന് ശേഷമാണ് പാർട്ടി സെക്രട്ടേറിയറ്റിൻ്റെ നിലപാടെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ ഔദ്യോഗിക പത്രക്കുറിപ്പിറക്കൽ മാത്രമല്ലല്ലോ ഉണ്ടാവുക, സംഘടനാപരമായ നടപടി സ്വീകരിക്കുമല്ലോ. അതിലേക്ക് പാർട്ടി ഇപ്പോൾ പോയിട്ടില്ല. അതേ സന്ദർഭത്തിൽ പുറത്തു വന്നിരിക്കുന്ന ഈ തെറ്റായ ആശയം, പാർട്ടിയുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന ആശയം, അതിനെ നേരിടേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഒരു സ്ഥിതിവിശേഷം മുമ്പും പാർട്ടി സ്വീകരിച്ചിട്ടുണ്ടല്ലോ. സഖാവ് EMS ഒരിക്കലൊരു ലേഖനം എഴുതി
സഖാവ് സൂർജിത്ത് പാർട്ടി സെക്രട്ടറി ആയിരുന്ന കാലത്ത് EMS എന്ന പോളിറ്റ് ബ്യൂറോ മെമ്പറാണ്. ആ ദിവസത്തിൻ്റെ പോളിറ്റ് ബ്യൂറോവിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് സഖാവ് സൂർജിത്ത് ഇറക്കിയില്ലേ? അങ്ങനെ തെറ്റായിട്ടുള്ള അഭിപ്രായങ്ങൾ പാർട്ടിയുടെ ഉന്നത നേതൃത്വത്തിൽ ആരുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ വന്നാലും ഇടപെടുക എന്നുള്ളത് പാർട്ടിയുടെ ചുമതലയാണ്. ആ ചുമതല നിർവഹിക്കുക മാത്രമാണ് ഇവിടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചെയ്തിട്ടുള്ളത്. VSൻ്റെ ഈ കത്ത് എങ്ങനെ പുറത്തായി എന്നത് സംബന്ധിച്ച് പാർട്ടി ഒരു അന്വേഷണം നടത്തും? തീർച്ചയായിട്ടും അന്വേഷണം നടത്തും. ഇങ്ങനൊരു കത്ത് എങ്ങനെയാണ് ആ പത്രത്തിന് ലഭിച്ചത്, ആര് മുഖേനയാണ് ആ കത്ത് ലഭിച്ചത്, അതിൽ ആരൊക്കെയാണ് പങ്കുവഹിച്ചത് എന്നുള്ള പരിശോധന പാർട്ടി നടത്തും. ഈ കത്തിൻ്റെ ഇത് മലയാളത്തിലായിരിക്കുമല്ലോ VS അച്യുതാനന്ദൻ തയ്യാറാക്കിയിട്ടുണ്ടാവുക. പക്ഷേ മലയാള മനോരമയ്ക്ക് കിട്ടിയ കത്ത് ഇംഗ്ലീഷിൻ്റെ പരിഭാഷയാണ്, മലയാള പരിഭാഷയാണ്. അപ്പോൾ VS അച്യുതാനന്ദൻ അത് നേരിട്ട് ഇവിടെ നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് കൊടുത്തതല്ല, പകരം AKG ഭവനിൽ നിന്നുള്ള ഇംഗ്ലീഷ് വേർഷൻ എടുത്ത് മലയാള മനോരമ പരിഭാഷപ്പെടുത്തിയതാണ്. അതുകൊണ്ട് അത് AKG ഭവനിൽ നിന്നാണ് ചോർന്നത് എന്ന നിലയിലാണ് കണ്ടെത്തുന്നത് എങ്കിൽ VS അച്യുതാനന്ദന് പാർട്ടി വിരുദ്ധ മനോഭാവമില്ല എന്ന് തെളിയില്ലേ? അങ്ങനെ ഒരു ഇത് VSനുണ്ടെങ്കിൽ VSന് അത് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ പറയാമായിരുന്നല്ലോ. ഇത് ഞാൻ കൊടുത്തതല്ല, ഇതിങ്ങനെ അവിടെ നിന്നാണ് പോർന്നിട്ടുള്ളത്, അത് സംബന്ധിച്ച് പാർട്ടി അന്വേഷിക്കണം എന്നുള്ള നിലപാട് സഖാവിന് പാർട്ടിക്കകത്ത് ഉന്നയിക്കാമായിരുന്നു, പാർട്ടിക്ക് പുറത്ത് ഉന്നയിക്കാമായിരുന്നു. സഖാവ് പാർട്ടിക്ക് പുറത്ത് അങ്ങനൊരു നിലപാട് എടുത്തിട്ടില്ലല്ലോ. മാത്രമല്ല, ഈ ഇവിടെ തന്നിട്ടുള്ള മലയാളത്തിൽ ഉള്ള കത്താണ് പാർട്ടി ഇവിടെ തന്നത്, കേരള സ്റ്റേറ്റ് സെക്രട്ടറിക്ക് കൊടുത്തത്. അതാണ് സ്റ്റേറ്റ് കമ്മിറ്റിയിൽ വായിച്ചത്. അതിനകത്തുള്ള ചില വാക്കുകൾ ഇതിൽ മാറിയിട്ടുണ്ട്, അതിനകത്തുള്ള ചില കാര്യങ്ങളിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ഇംഗ്ലീഷിൽ തയ്യാറാക്കിയിട്ടുള്ള കാര്യമാണ് പുറത്തു വന്നതെന്നുള്ള നികേഷ് പറഞ്ഞത് ശരിയാണ്. പക്ഷേ ഇംഗ്ലീഷിൽ തയ്യാറാക്കിയ ആളുകൾ ആരാണ് ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് അയച്ചു കൊടുത്തത്, ഏത് കമ്പ്യൂട്ടർ വഴിയാണ് അങ്ങോട്ടേക്ക് പോയത്, ആ കൊടുക്കാൻ ഏൽപ്പിച്ച ആളുകൾ അത് സംബന്ധിച്ചുള്ള പെൻഡ്രൈവ് ഒന്ന് സെൻട്രൽ കമ്മിറ്റി ഓഫീസിലേക്ക് കൊടുത്ത കൂട്ടത്തിൽ ആ പെൻഡ്രൈവ് എടുത്ത് വേറെ സ്ഥലത്തേക്ക് ആരാണ് കൊടുത്തത്, ഇതെല്ലാം തന്നെ പാർട്ടിക്ക് കണ്ടുപിടിക്കാൻ കഴിയും. ഞങ്ങളത് കണ്ടുപിടിക്കുക തന്നെ ചെയ്യും. VS അച്യുതാനന്ദൻ്റെ കണ്ടോൺമെൻറ്റ് ഹൗസ് പല ഘട്ടങ്ങളിലും പാർട്ടിക്ക് കണ്ടോൺമെൻറ്റ് ഹൗസിലേക്ക് ഇടപെടേണ്ടി വന്നിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സ്റ്റാഫിൽ ഇടപെടേണ്ടി വന്നിട്ടുണ്ട്. VS അച്യുതാനന്ദൻ ഈ നിലയിൽ വാർത്ത ചോർത്തിയതാണ് അല്ലെങ്കിൽ തൻ്റെ കത്ത് ചോർത്തിയതാണ് എന്ന് പ്രാഥമികമായി പാർട്ടി കരുതുന്ന ഘട്ടത്തിൽ ഒരിക്കൽ കൂടി കണ്ടോൺമെൻറ്റ് ഹൗസിൽ, അതായത് പ്രതിപക്ഷ നേതാവിൻ്റെ പേഴ്സണൽ സ്റ്റാഫിൽ ഇടപെടേണ്ട സാഹചര്യമുണ്ടോ? അത് സംബന്ധിച്ച് ആദ്യം സഖാവ് VS തന്നെ ഒരു പരിശോധന നടത്തണം. എങ്ങനെയാണ് ഈ കത്ത് ഈ പത്രത്തിൽ ലഭിച്ചത്? VSന് അത് സംബന്ധിച്ച് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ മുഴുവൻ സ്വാഭാവികമായിട്ടും സഖാവ് VS പാർട്ടി അറിയിക്കുമല്ലോ. ഇതെങ്ങനെയാണ് പോയെന്നുള്ളത്, ഒരു സെൻട്രൽ കമ്മിറ്റി മെമ്പറുടെ കത്ത് എങ്ങനെ കിട്ടി എന്നുള്ളത് സ്വാഭാവികമായിട്ടും സഖാവും പരിശോധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ സഖാവ് അത് സംബന്ധിച്ച് പറയാനുള്ള കാര്യങ്ങൾ മുഴുവൻ പാർട്ടി സ്വാഭാവികമായിട്ടും കേൾക്കും. കണ്ടോൺമെൻറ്റ് ഹൗസിൽ നിന്ന് തയ്യാറാക്കിയതാണെങ്കിൽ അതെങ്ങനെയാണ് പോയത്, ആരൊക്കെയാണ് അതിനെ സഹായിച്ചത്, പാർട്ടിയിൽ നിന്ന് അന്ന് VSൻ്റെ സ്റ്റാഫിലുണ്ടായിരുന്ന പുറത്താക്കപ്പെട്ട ആൾ, സ്റ്റാഫിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടവർ, അവരൊക്കെ ഇപ്പോഴും ഇതിൽ പങ്കാളിത്തം വഹിക്കുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പരിശോധനയ്ക്ക് വിധേയമാക്കും. അതുകൊണ്ട് അതിനെ സംബന്ധിച്ചൊരു നിഗമനത്തിലെത്താതെ ഇത് സംബന്ധിച്ച് അത്തരമൊരു വിലയിരുത്തലിലേക്ക് പോകാത്തത് കൊണ്ടാണ് ആ ഭാഗം സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ പ്രമേയത്തിനകത്ത് രേഖപ്പെടുത്താതിരുന്നത്. അത് സംബന്ധിച്ചുള്ള നിലപാട് VS തന്നെയാണ് അന്വേഷണം നടത്തി അതിന് കിട്ടിയെടുത്തോളം കാര്യങ്ങൾ പാർട്ടിയെ അറിയിക്കേണ്ടത്. ഈ പാർട്ടി കോൺഗ്രസ് പ്രഖ്യാപിച്ചതിന് ശേഷം ഒരുപാട് രേഖകൾ ഇപ്പോൾ AKG ഭവനിൽ നിന്ന് നേരെ മലയാള മനോരമ ഓഫീസിലേക്ക് വരികയാണ്. ഇപ്പം സീതാറാം യെച്ചൂരി തയ്യാറാക്കിയ രേഖ, അതിനുശേഷം വിവിധ പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ തയ്യാറാക്കിയ രേഖകൾ എല്ലാം തന്നെയും മലയാള മനോരമയിൽ അടിച്ചു വരികയാണ്. സമാനമായ വിധത്തിൽ ഇവിടെ നിന്ന് പോകുന്ന ഇംഗ്ലീഷ് പരിഭാഷയും അതിൻ്റെ മലയാള പരിഭാഷയും മലയാള മനോരമയും കൊടുക്കുകയാണ്. അപ്പോൾ ആ തരത്തിൽ പാർട്ടി പരിശോധിക്കേണ്ട ഒരു വിഷയമുണ്ട്. പാർട്ടിയുടെ ആഫീസുകളിൽ എത്തുന്ന രേഖകൾ ഇവിടുത്തെ ഏറ്റവും വലിയ മാർക്സിസ്റ്റ് വിരുദ്ധ പത്രത്തിന് ലഭിക്കുകയാണ്. അത് നികേഷ് പറഞ്ഞ തരത്തിൽ പാർട്ടി പോളിറ്റ് ബ്യൂറോയിൽ അവതരിപ്പിച്ച രേഖയുടെ കോപ്പി PB മെമ്പർമാർ, ഓരോ PB മെമ്പർമാരും PBയുടെ മുമ്പിൽ നോട്ട് കൊടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ പുതിയ ടാക്ടിക്കൽ ലൈൻ ചർച്ച ചെയ്യുന്ന സന്ദർഭത്തിൽ എല്ലാ PB മെമ്പർമാരോടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഓരോ PB മെമ്പർമാരുടെ അഭിപ്രായം എഴുതി കൊടുത്തിട്ടുണ്ട്. ആ അഭിപ്രായങ്ങളെ ക്രോഡീകരിച്ചുകൊണ്ടാണ് ജനറൽ സെക്രട്ടറി ഒരു റിപ്പോർട്ട് തയ്യാറാക്കി PBയുടെ മുമ്പിൽ സമർപ്പിച്ചത്. ആ റിപ്പോർട്ടിനെ സംബന്ധിച്ചും ജനറൽ സെക്രട്ടറി അത് ചർച്ചയ്ക്ക് വെക്കുന്ന സന്ദർഭത്തിൽ വ്യത്യസ്ത അഭിപ്രായമുള്ള ആളുകൾ നോട്ട് തരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് പല സഖാക്കളും നോട്ട് കൊടുത്തത്. ആ നോട്ട് അതേപടി ഒരു പത്രത്തിനും കിട്ടിയിട്ടില്ല. അതിൽ പറയുന്ന ചില കാര്യങ്ങൾ
എന്ന് പറഞ്ഞുകൊണ്ടുള്ള ചില വാർത്തകൾ വന്നതല്ലാതെ ആ രേഖ അതേപടി ഒരു പത്രത്തിനും ലഭ്യമായിട്ടില്ല എന്നതാണ് വസ്തുത. ഇനി എങ്ങനെയാണ് വി എസ് അച്യുതാനന്ദൻ CPM-ൻ്റെ സംസ്ഥാന സമിതിയിലില്ല അദ്ദേഹം എന്ന് പറയുമ്പോൾ കേരളത്തിലെ നയരൂപീകരണ സമിതിയിൽ ഇല്ലാത്ത ആൾക്ക് എങ്ങനെയാണ് പ്രതിപക്ഷ നേതാവായി തുടരാൻ കഴിയുക? സഖാവ് VS ഇപ്പോഴും പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. അതുകൊണ്ട് തന്നെ കേന്ദ്ര കമ്മിറ്റി അംഗം എന്നുള്ള നിലയിൽ സഖാവ് VSന് ആ ഉത്തരവാദിത്വം നിർവഹിക്കാൻ ഇപ്പോഴും സാധിക്കും. പാർട്ടിയുടെ നയരൂപീകരണ സമിതിയായ സംസ്ഥാന തലത്തിലുള്ള സമിതിയായ സംസ്ഥാന കമ്മിറ്റിയിലും സംസ്ഥാന സെക്രട്ടേറിയറ്റിലും സെൻട്രൽ കമ്മിറ്റി മെമ്പർ എന്നുള്ള നിലയിൽ സഖാവ് VSന് പങ്കെടുക്കാം. സാങ്കേതികമായി ശരിയാണ്. അപ്പോൾ സെൻട്രൽ കമ്മിറ്റി അംഗം എന്നുള്ള നിലയിൽ സംസ്ഥാന സമിതിയിൽ ഉണ്ടാകുമെന്ന്. പക്ഷേ കേരളത്തിലെ സംസ്ഥാന സമ്മേളനം അദ്ദേഹത്തെ CPM-ൻ്റെ സംസ്ഥാനത്തെ നയരൂപീകരണ സമിതിയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അങ്ങനെ ഉള്ള ഒരാൾക്ക് പ്രതിപക്ഷ നേതാവായി തുടരാൻ കഴിയുമോ എന്നത് സംബന്ധിച്ച് സംസ്ഥാന നേതൃത്വത്തിന് വ്യക്തത വേണ്ടേ? അത് ഇപ്പം ഞങ്ങൾ അത് സംബന്ധിച്ചൊരു തീരുമാനം എടുത്തിട്ടില്ല. ഇപ്പോഴും സെൻട്രൽ കമ്മിറ്റി മെമ്പർ എന്നുള്ള നിലയിൽ സഖാവ് ഉത്തരവാദിത്വം നിർവഹിക്കട്ടെ. സമ്മേളനത്തിന് ശേഷമുള്ള സംഭവ വികാസങ്ങളെ സംബന്ധിച്ച് തുടർന്ന് പാർട്ടി പരിശോധിക്കും. സ്റ്റേറ്റ് കമ്മിറ്റിയും പരിശോധിക്കും, സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റും പരിശോധിക്കും. പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് ധാർമ്മികമായി പ്രവർത്തിക്കാൻ കഴിയുമോ? ഇപ്പോൾ പാർട്ടിയുടെ പ്രവർത്തന റിപ്പോർട്ടിൽ തന്നെ വി എസ് അച്യുതാനന്ദനെതിരെ നിരവധി ആക്ഷേപങ്ങൾ ഉയർത്തിയിട്ടുണ്ട്. ഇപ്പോൾ നന്ദകുമാറുമായുള്ള അടുത്ത ബന്ധത്തെക്കുറിച്ച്, മോട്ടോർ വാഹനങ്ങളിൽ പുതിയ നമ്പർ പ്ലേറ്റ് പിടിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ആക്ഷേപത്തെക്കുറിച്ച്, ടാറ്റ കൺസൾട്ടിക്ക് 50 ഏക്കർ നൽകിയതിനെക്കുറിച്ച്, മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയാതെ കൊച്ചിയിലെ സലാർ പ്രോപ്പർട്ടീസുമായി ബന്ധപ്പെട്ട ആക്ഷേപങ്ങളെക്കുറിച്ച്, ഇങ്ങനെ നിരവധി ആക്ഷേപങ്ങൾ. അത് അഴിമതി ആക്ഷേപങ്ങളാണ് വി എസ് അച്യുതാനന്ദനുമായി ബന്ധപ്പെട്ട. അങ്ങനെ അഴിമതി ആക്ഷേപങ്ങൾ സംസ്ഥാന സമ്മേളനം ആരോപിച്ച ഒരു വ്യക്തിക്ക് കേരളത്തിലെ ഗവൺമെൻറ്റിനെതിരെ പ്രതിപക്ഷ നേതാവായിരിക്കാൻ കഴിയുമോ? അല്ല, അത് VSനെതിരായിട്ട് ഉയർന്നു വന്ന ഒരു ആരോപണമാണ്. ആരോപണത്തിൻ്റെ നിജസ്ഥിതി എന്താണെന്ന് പാർട്ടി ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. അതുകൊണ്ടാണ് സമ്മേളന റിപ്പോർട്ടിനകത്ത് ആ ഭാഗം നീക്കം ചെയ്യാം എന്നുള്ള നിലപാട് പാർട്ടി സംസ്ഥാന സെക്രട്ടറി തന്നെ സമ്മേളനത്തിന് മുമ്പിൽ അവതരിപ്പിക്കുകയും ആ ഭാഗം സമ്മേളന റിപ്പോർട്ടിനകത്ത് നിന്ന് ഇപ്പോൾ നീക്കം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഈ പ്രശ്നങ്ങളെല്ലാം പാർട്ടി പോളിറ്റ് ബ്യൂറോവിൻ്റെ മുമ്പിൽ പരിഗണനയ്ക്ക് സമർപ്പിച്ചിരിക്കുകയാണ്. അതിനാണ് പോളിറ്റ് ബ്യൂറോ തന്നെ ഒരു കമ്മീഷൻ വെച്ചിരിക്കുന്നത്. അതൊരു ആരോപണം മാത്രമാണ്. ആ ആരോപണം തെളിയിക്കപ്പെട്ട വിധത്തിലുള്ള ഒരു കമ്മീഷൻ്റെ റിപ്പോർട്ട് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ആ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വരുന്നത് വരെ അതൊരു ആരോപണം മാത്രമായിട്ടാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഇനിയിപ്പോൾ സംസ്ഥാന നിയമസഭയിൽ ഏറ്റവും വലിയ വെല്ലുവിളി ഗവൺമെൻറ് നേരിടുന്നത് KM മാണിക്കെതിരെ ഒരു ബാർ ഉടമ ഉന്നയിച്ച ആക്ഷേപമാണ്. പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ വി എസ് അച്യുതാനന്ദൻ എഴുന്നേറ്റ് നിന്ന് KM മാണിയോട് നിങ്ങൾക്കെതിരെ ഒരു ബാർ ഉടമ ഇങ്ങനെ ഒരു ആക്ഷേപം ഉന്നയിച്ചിട്ടുണ്ടല്ലോ എന്ന് പറയുമ്പോൾ KM മാണി തിരിച്ചെഴുന്നേറ്റ് നിന്ന് നിങ്ങൾക്കെതിരെ നിങ്ങളുടെ പേഴ്സണൽ സ്റ്റാഫ് S രാജേന്ദ്രൻ ഉന്നയിച്ച ആക്ഷേപം നിങ്ങളുടെ സംസ്ഥാന കമ്മിറ്റി പ്രവർത്തന റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, അതാദ്യം അന്വേഷിക്കൂ എന്നുള്ളൊരു മറുചോദ്യം വരില്ലേ? അല്ല, അത് പ്രവർത്തന റിപ്പോർട്ട് തന്നെ മാറ്റിയല്ലോ. ഇപ്പോൾ പ്രവർത്തന റിപ്പോർട്ട് അംഗീകരിച്ച പ്രവർത്തന റിപ്പോർട്ടിനകത്ത് ആ ഭാഗമില്ല. സംസ്ഥാന സമിതി അംഗീകരിച്ച പ്രവർത്തന റിപ്പോർട്ടിൽ അതുണ്ടായിരുന്നു. പിന്നീട് പോളിറ്റ് ബ്യൂറോയുടെ ഇടപെടലിനെ തുടർന്ന് ആ ഭാഗം നീക്കിയിട്ടുണ്ട് എന്ന് മാത്രമല്ല, പേഴ്സണൽ സ്റ്റാഫിൽപ്പെട്ട S രാജേന്ദ്രൻ ഉന്നയിച്ച ആക്ഷേപങ്ങളാണവ. അല്ല, അതൊക്കെ പാർട്ടിക്കകത്ത് ഒരു സഖാവിനെക്കുറിച്ചുള്ള സംശയം വേറൊരു സഖാവിന് ഉന്നയിക്കാം. അത് പാർട്ടിക്കകത്ത് ഉന്നയിക്കപ്പെടുന്ന സംശയങ്ങളെല്ലാം തന്നെ പാർട്ടി തലത്തിൽ പരിശോധിച്ച് അതിൻ്റെ നിജസ്ഥിതി ഉണ്ടോ എന്ന് കണ്ടെത്തും. അത് CPM-ൻ്റെ സംഘടനാപരമായിട്ടുള്ളൊരു രൂപമാണ്. ഞങ്ങളുടെ പാർട്ടിയിൽ ഏതൊരു സഖാവിനെ സംബന്ധിച്ചും എന്തെങ്കിലും ആക്ഷേപമുണ്ടെങ്കിൽ അത് പാർട്ടി തലത്തിൽ ഉന്നയിച്ച് പരിഹാരം കാണുകയാണ് വേണ്ടത്. അതിൻ്റെ നിജസ്ഥിതിയുണ്ടോ പാർട്ടി തന്നെ അതിൽ ഇടപെടും. സംസ്ഥാന സമ്മേളനത്തിൽ ഐകകണ്ഠേനയാണ് കോടിയേരി ബാലകൃഷ്ണനെ സംസ്ഥാന സെക്രട്ടറിയായി തിരഞ്ഞെടുത്തത്. പക്ഷേ VSനെ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് നീക്കം ചെയ്യുന്നതിനോട് എല്ലാവർക്കും യോജിപ്പായിരുന്നു. ഒരു വോട്ടെടുപ്പ് നടന്നിട്ടില്ല എന്നറിയാം. പക്ഷേ ചില അംഗങ്ങളെങ്കിലും VSനെ സംസ്ഥാന സമിതിയിൽ നിന്ന് നീക്കരുത് എന്ന് അഭിപ്രായപ്പെട്ടിട്ടില്ലേ? സഖാവ് VSൻ്റെ പേരില്ലാതെയാണ് ആ പ്രപ്പോസൽ സെക്രട്ടേറിയറ്റ് സംസ്ഥാന കമ്മിറ്റിയുടെ മുമ്പിൽ വെച്ചത്. ആ സന്ദർഭത്തിൽ സഖാവ് VSൻ്റെ പേരെന്താണ് ഒഴിവാക്കപ്പെടുന്നത് എന്ന് ചില സഖാക്കൾ ചോദിച്ചിട്ടുണ്ട്. അതിന് വിശദീകരണം കൊടുക്കുകയും ചെയ്തു. സഖാവ് VS ഈ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടില്ല. ഇങ്ങനൊരു സ്ഥിതിവിശേഷം ഉണ്ടായിരിക്കുകയാണ്. ആ സാഹചര്യത്തിൽ സംസ്ഥാന കമ്മിറ്റിയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത് ശരിയല്ല എന്നുള്ള വിശദീകരണം കൊടുത്തപ്പോൾ അതിന് ഒരു സഖാവും എതിർത്തിട്ടില്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഐകകണ്ഠേനയാണ് സംസ്ഥാന കമ്മിറ്റി, സ്ഥാനമൊഴിഞ്ഞ സംസ്ഥാന കമ്മിറ്റി ഈ പാനൽ തയ്യാറാക്കിയത്. ഒരു സഖാവിൻ്റെ പേര് ഒടിച്ചിടാനും തീരുമാനിച്ചത് സംസ്ഥാന കമ്മിറ്റിയാണ്. സമ്മേളനം തന്നെ ബഹിഷ്കരിച്ച് പോയൊരു സഖാവിനെ, ഒന്നും അറിയാത്തൊരു സഖാവല്ല അത് ചെയ്തത്. അങ്ങനൊരു സഖാവിനെ സംസ്ഥാന കമ്മിറ്റി ഉൾപ്പെടുത്തിയാൽ അത് ഭാവിയിൽ പാർട്ടിയിൽ ഗുരുതരമായ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. പാർട്ടി ഭരണഘടന എല്ലാവർക്കും ഒരുപോലെയാണ്. നേതാക്കന്മാർക്ക് ഒരു ഭരണഘടനയും
പാർട്ടി മെമ്പർമാർക്ക് വേറൊരു ഭരണഘടനയും CPIM ഇല്ല. 2 തരം ഭരണഘടന ഇല്ല പാർട്ടിയിൽ. ആ ഭരണഘടന അനുസരിച്ചുകൊണ്ട് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം പ്രശ്നങ്ങളുണ്ടാകുമ്പം വേറെ വഴിയില്ല. അതുകൊണ്ടാണ് ആ പ്രശ്നത്തിൽ പാർട്ടി ഐകകണ്ഠേന സംസ്ഥാന കമ്മിറ്റി ഒരു തീരുമാനമെടുത്തത്. പാർട്ടി സമ്മേളനത്തിന് മുമ്പ് അതിൽ ഉന്നയിച്ചു, ഈ പാനലിൽ വെച്ച് ഒരു സഖാവ് പോലും എഴുന്നേറ്റ് എന്തുകൊണ്ടാണ് VS ഇല്ലാത്തത് എന്ന് സംസ്ഥാന സമ്മേളനത്തിൽ ഒരു സഖാവ് പോലും ചോദിച്ചിട്ടില്ല. ഇവിടെ സംസ്ഥാന സമ്മേളനത്തിൽ ഇലക്ഷൻ കടന്ന ഘട്ടങ്ങളുണ്ടായിട്ടുണ്ട്. വ്യത്യസ്തമായ പേര് പറഞ്ഞിട്ടുണ്ട്. VSൻ്റെ പേര് അവിടെ സമ്മേളനത്തിൽ അവതരിപ്പിച്ചുകൊണ്ട് ഒരു സഖാവ് സംസാരിക്കാൻ തയ്യാറായിട്ടില്ല. ഞങ്ങൾക്ക് ഈ ഒരു പേര് കൂടി ഉൾപ്പെടുത്തണം എന്ന് അഭിപ്രായപ്പെടാൻ ഡെലിഗേറ്റ്സിന് അവകാശം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ഡെലിഗേറ്റും എഴുന്നേറ്റ് നിന്ന് VSൻ്റെ പേര് ഉൾപ്പെടുത്തണമെന്നോ എന്താണ് ഒഴിവാക്കിയതെന്നോ ചോദിക്കാത്തതിൻ്റെ കാരണം എന്താ? സമ്മേളനത്തിന് പൂർണ്ണ ബോധ്യമായിരുന്നു അത്. അതുകൊണ്ടാണ് അത്തരമൊരു നിലപാട് സമ്മേളനത്തിന് കൈക്കൊള്ളേണ്ടി വന്നു. സീതാറാം യെച്ചൂരി VS അച്യുതാനന്ദനെ വിളിക്കാൻ ശ്രമിക്കുന്നു. VS അച്യുതാനന്ദന് ഫോൺ കണക്ട് ചെയ്യപ്പെടുന്നില്ല. പക്ഷേ സീതാറാം യെച്ചൂരിക്ക് വളഞ്ഞ വഴിയിലൂടെ ബന്ധുക്കളുടെ നമ്പർ വാങ്ങി അതിൽ വിളിക്കേണ്ടി വന്നു എന്നൊക്കെയാണ് വാർത്തകൾ. ആ നിലയിൽ VS അച്യുതാനന്ദനെ കണക്ട് ചെയ്യാൻ കഴിയാത്ത വിധത്തിൽ പാർട്ടിക്ക് ബാഹ്യരായ ആളുകളാൽ വലം ചെയ്തിരിക്കുകയാണ് എന്ന് തോന്നൽ പാർട്ടിക്ക് ഈ പറയുന്നൊരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പിൽ ഉണ്ടായിട്ടുണ്ടോ? ഇത് പാർട്ടിക്കകത്തുള്ള കുറച്ചാളുകൾ ചേർന്ന് നടത്തിയിട്ടുള്ളൊരു സംഭവ വികാസമല്ല. അത് നേരത്തെ പാർട്ടിക്കകത്തുള്ള പ്രശ്നങ്ങളിലെല്ലാം ഒരു ഗ്രൂപ്പ് എന്ന നിലയിലാണ് വിഭാഗീയ പ്രവർത്തനം നടന്നത്. ഇപ്പോൾ അങ്ങനെ ഒരു ഗ്രൂപ്പ് കേരളത്തിലെ പാർട്ടിയിൽ ഇല്ലാതായി. അതിൻ്റെ ഭാഗമായിട്ട് സഖാവ് VS എടുത്തിട്ടുള്ളൊരു ഒറ്റപ്പെട്ട ഒരു നിലപാടാണ് ഇത്തവണ ഉണ്ടായിട്ടുള്ള നിലപാട്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു അവസ്ഥാവിശേഷം ഉണ്ടായി എന്ന് സഖാവ് നികേഷ് തന്നെ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. സഖാവ് VSനെ ആരൊക്കെ ബന്ധപ്പെട്ടു എന്നുള്ളത് ഇപ്പം ഞങ്ങൾക്കറിയുന്ന കാര്യമല്ല. സഖാവ് സീതാറാം യെച്ചൂരി ഇങ്ങനെ വിളിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഞങ്ങളെടുത്ത് റിപ്പോർട്ട് ചെയ്ത കാര്യമല്ല. ഇത്തരത്തിലുള്ള എന്തെങ്കിലും തരത്തിൽ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടോ എന്നുള്ളതും ഞങ്ങൾക്കറിയുന്നതല്ല. പക്ഷേ പ്രകാശ് കാരാട്ട് വിളിക്കണമെന്നത് PB എടുത്ത തീരുമാനമാണ്. PB യോഗം ചേർന്നെടുത്ത തീരുമാനമാണ്. ജനറൽ സെക്രട്ടറി തന്നെ വിളിക്കണം. അതുകൊണ്ട് ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ ഈ പാർട്ടിയുടെ ഇന്ത്യയിൽ ഇന്നത്തെ പാർട്ടിയുടെ ഏറ്റവും ഉയർന്ന നേതാവ് ജനറൽ സെക്രട്ടറിയാണ്. അങ്ങനൊരു സഖാവ് തന്നെ ഈ പ്രശ്നത്തിൽ ഇടപെടണം എന്ന് തീരുമാനിച്ചത് VSനെ പാർട്ടി സമ്മേളനത്തിലേക്ക് തിരിച്ചുകൊണ്ട് വരണം എന്ന ഉദ്ദേശത്തോടു കൂടിയായിരുന്നു. ആ ഉള്ള അവസരം സഖാവ് VS നഷ്ടപ്പെടുത്തുകയാണ് ചെയ്തത്. തിരിച്ചു വന്നിരുന്നുവെങ്കിൽ VSനെ സംസ്ഥാന സമിതിയിൽ ഉൾപ്പെടുത്തുമായിരുന്നു. തിരിച്ചു വന്നിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ടും പാർട്ടി അത് പരിഗണിക്കുമായിരുന്നു. VS സംസ്ഥാന കമ്മിറ്റിയുടെ അംഗത്തെ സംബന്ധിച്ച് പാർട്ടിക്ക് പരിഗണിക്കേണ്ടി വരുമായിരുന്നു. ഇടതു മുന്നണി വിപുലീകരിക്കണം എന്നുള്ളത് നേരത്തെ LDF തന്നെ തീരുമാനിച്ചിട്ടുള്ളതാണ്. നിലവിൽ UDFിൽ നിന്നാണ് കക്ഷികളെ എടുക്കാൻ കഴിയുക. BJPയെ ഉൾക്കൊള്ളാൻ കഴിയാത്തത് കൊണ്ട് തന്നെ എങ്ങനെയാണ് ഇടതുമുന്നണി വിപുലീകരിക്കാൻ പോകുന്നത്? ഇടതുമുന്നണിയുടെ വിപുലീകരണം ബഹുജന അടിത്തറ വിപുലീകരണമാണ് ആദ്യമായിട്ട് നടക്കേണ്ടത്. അതിൻ്റെ ഭാഗമായിട്ട് ഇടതുപക്ഷ മുന്നണിയിലെ ഓരോ കക്ഷികൾക്കും അതിൻ്റെ ബഹുജന സ്വാധീനം വർദ്ധിക്കണം. അതിൻ്റെ ആദ്യ പടി എന്നുള്ള നിലയിൽ CPMൻ്റെ തന്നെ ബഹുജന സ്വാധീനം ഇന്നത്തേതിനേക്കാൾ വർദ്ധിക്കണം. ഞങ്ങൾ മാത്രം ബഹുജന സ്വാധീനം വർദ്ധിപ്പിക്കട്ടെ എന്നുള്ളതല്ല ഞങ്ങളുടെ നിലപാട്. CPI ഉൾപ്പെടെയുള്ള മറ്റ് ഘടകകക്ഷികളും അവരുടെ ബഹുജന സ്വാധീനം വിപുലീകരിക്കണം. ഇപ്പം UDF വിട്ട് പുറത്തു വന്നിട്ടുള്ള ചില പാർട്ടികളുണ്ട്. CMB, JSS ഇങ്ങനെയുള്ള കക്ഷികൾ ഇന്ന് UDF വിട്ട് പുറത്തു വന്നിട്ടുണ്ട്. അവരിപ്പോൾ ഇടതുപക്ഷ മുന്നണിയുമായിട്ട് വിവിധ രീതിയിൽ സഹകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. അവരുമായിട്ടൊക്കെയുള്ള സഹകരണം ശക്തിപ്പെടുത്തും. ഇടതുപക്ഷവുമായിട്ട് നേരത്തെ സഹകരിച്ച് നിൽക്കുന്ന INL ഉണ്ട്. ഈ മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് തന്നെ ഒരു വിഭാഗം നേരത്തെയുടെ നിലപാടിൽ മാറ്റം വരുത്തിക്കൊണ്ട് ഇടതുപക്ഷവുമായി സഹകരിക്കുന്നുണ്ട്. ഉണ്ണിച്ചക്കൻ വിഭാഗം. ഇങ്ങനെയുള്ള വിവിധ ഇടതുപക്ഷ ഗ്രൂപ്പുകൾ, ഞങ്ങളിപ്പം കാണുന്നത് ഇടതുപക്ഷ ചിന്താഗതിയുള്ള വ്യക്തികൾ, അങ്ങനെയുള്ളവരെയും കൂടി സഹകരിപ്പിച്ചുകൊണ്ട് ഈ മുന്നണി വിപുലീകരിക്കണം എന്നതാണ് പാർട്ടി ഉദ്ദേശിക്കുന്നത്. അതല്ലാതെ അപ്പുറത്ത് നിൽക്കുന്ന ഏതോ കക്ഷികൾ നാളെ ഇങ്ങോട്ട് കൊണ്ടുവരിക, ഇന്നത്തെ UDFൻ്റെ ഏകോപന സമിതിയിൽ പങ്കെടുക്കുന്നവരെ മറ്റന്നാൾ LDFൻ്റെ ഏകോപന സമിതിയിലും കണ്ടാൽ അത് ജനങ്ങൾക്ക് ആ മുന്നണിയോട് താല്പര്യമുണ്ടാകും എന്നൊരു സ്ഥിതി കേരളത്തിൽ വരാൻ പോകുന്നില്ല. ചില ഘടകകക്ഷികൾ ആഗ്രഹിക്കുന്നത് പരസ്യമായിട്ടെടുക്കുന്ന നിലപാട് ഇപ്പോൾ അവരുടെ മുന്നണിയിൽ നിന്നുകൊണ്ട് പരമാവധി നേടിയെടുക്കുക, എന്നിട്ട് അവിടുത്തെ ഇലക്ഷൻ വരുമ്പോൾ UDFന് രക്ഷയില്ല എന്ന് തോന്നുമ്പോൾ ആ ഘട്ടത്തിൽ UDF വിടുക, എന്നിട്ട് LDFൻ്റെ ഭാഗമാകുക. അങ്ങനെ ഒരു രാഷ്ട്രീയ നിലപാടെടുക്കാൻ CPM ഉദ്ദേശിക്കുന്നില്ല. അവർ നേരത്തെ സ്വീകരിച്ചിട്ടുള്ള വഞ്ചനാപരമായ രാഷ്ട്രീയ നിലപാടുകൾ അവർ തിരുത്തണം. RSPക്ക് ചില കോർപ്പറേഷൻ സീറ്റ് കിട്ടുന്നില്ല, മറ്റേ ബോർഡ് കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ RSPക്ക് പ്രകടിപ്പിച്ചു തുടങ്ങിയിട്ടുള്ളത്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുടെ പേരിലുള്ള അഭിപ്രായ വ്യത്യാസത്തിന് ഞങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നില്ല. രാഷ്ട്രീയമായിട്ടൊരു നിലപാടെടുക്കാൻ RSP തയ്യാറുണ്ടോ? അവരുടെ ദേശീയ നേതൃത്വം സ്വീകരിക്കുന്ന നിലപാടിന് അനുസൃതമായ നിലപാട് കേരളത്തിലെ RSP സ്വീകരിക്കുമോ? അത് അവരാണ് വ്യക്തമാക്കേണ്ടത്. ജനതാദളും വീരേന്ദ്രകുമാറിൻ്റെ വിഭാഗം ഉദാരവൽക്കരണ സാമ്പത്തിക നയങ്ങൾക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച
നേതാവാണ് വീരേന്ദ്രകുമാർ. അതിന് ഘടകവിരുദ്ധമായ സമീപനമാണ് ഇപ്പോൾ UDF സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്, ഗവൺമെൻറ് സ്വീകരിക്കുന്നത്. വീരേന്ദ്രകുമാർ ഞങ്ങളുടെ പാർട്ടി വിട്ടുപോയത്, ഇടതുപക്ഷം വിട്ടുപോയത് സീറ്റ് കിട്ടിയില്ല എന്നുള്ള പേരിലാണ്. അവർ സീറ്റ് കൊടുത്തിട്ട് 1,00,000-ലധികം വോട്ടിന് തോൽപ്പിച്ചു. ഇതാണ് UDFനകത്ത് ഉണ്ടായിട്ടുള്ള അനുഭവം. ഈ അനുഭവങ്ങളെല്ലാം ഉണർത്തിക്കൊണ്ട് ഇവരെല്ലാം തന്നെ പുനർചിന്തനം നടത്തി അവരിപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന രാഷ്ട്രീയ നിലപാട് തിരുത്തണം. ആ രാഷ്ട്രീയ നിലപാട് തിരുത്താൻ തയ്യാറായാൽ UDF വിട്ട് ഒരു നിലപാടെടുക്കാൻ അവർ സന്നദ്ധമായാൽ സ്വാഭാവികമായും ഞങ്ങൾ ആ പ്രശ്നം ചർച്ചയ്ക്ക് വിധേയമാക്കും. പക്ഷെ ഒരു സമീപനത്തിലെ പ്രശ്നമാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. പഴയ JD, ഇപ്പോഴത്തെ JDU അവരെ ഒരു സീറ്റിൻ്റെ പേരിൽ ചവിട്ടി പുറത്താക്കുകയായിരുന്നു LDFൽ നിന്നുള്ള വികാരമാണ് ആ പാർട്ടിക്കുള്ളത്. സമാനമായ വിധത്തിലാണ് RSPയുടെയും കാര്യം. അപ്പോൾ അവർക്ക് ആ ഘട്ടത്തിൽ അങ്ങനെ ഒരു നിലപാട് എടുക്കേണ്ടി വന്നിരിക്കുന്നു. ഇപ്പോൾ സ്വാഭാവികമായും ചില തിരിച്ചറിവുകൾ അവരുടെ നിലപാടുകളിൽ കാണുന്നുണ്ട്. അങ്ങനെ ഒരു തിരിച്ചറിവ് ആ പാർട്ടിക്ക് ഉണ്ട് എങ്കിൽ ഇടതു സ്വഭാവവും സോഷ്യലിസ്റ്റ് സ്വഭാവവും ഉള്ള പാർട്ടികൾ എന്ന നിലയിൽ അവർക്ക് ഏത് ഘട്ടത്തിലും LDFലേക്ക് തിരികെ വരാൻ കഴിയില്ലേ? അല്ല, അവർ ആരും ഇവിടെ ചവിട്ടി പുറത്താക്കിയിട്ടില്ല. അവർക്ക് അന്ന് സീറ്റിൻ്റെ തർക്കം വന്നു. അത് സാധാരണഗതിയിൽ മുന്നണിയിൽ ചർച്ച ചെയ്ത് പരിഹരിക്കുകയാണ് വേണ്ടത്. അതിന് പരിഹരിക്കാതെ ഒരു നിലപാടെടുത്ത് അവരാണ് വിട്ടുപോയത്. ഇടതുപക്ഷ മുന്നണി അവരെ പുറത്താക്കിയിട്ടില്ല. RSPയെയും ഇടതുപക്ഷ മുന്നണി പുറത്താക്കിയിട്ടില്ല. ഇവർ രണ്ടു കൂട്ടരും മുന്നണി വിട്ടുപോവുകയാണ് ചെയ്തത്. ആ മുന്നണി വിട്ടുപോയവരുടെ നിലപാട് അവർ പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കി. അവർ സ്വീകരിച്ച രാഷ്ട്രീയമായ തെറ്റ് ഞങ്ങൾ തിരിച്ചറിഞ്ഞു എന്നൊരു പരസ്യ നിലപാടെടുക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. അങ്ങനെ നിലപാടെടുക്കുന്ന സമീപനം വന്നാൽ ഞങ്ങൾ അവരുടെ മുമ്പിൽ വാതിൽ കൊട്ടിയടക്കുന്നില്ല എന്നത് വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അവരാണ് തീരുമാനം എടുക്കേണ്ടത്. അങ്ങനെ തീരുമാനം എടുക്കാത്ത ഘട്ടത്തിൽ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് അനവസരത്തിലായിരിക്കും. മുസ്ലിം ലീഗ് നിലവിൽ തന്നെ നല്ല ശക്തിയുണ്ട് ആ പാർട്ടിക്ക്. ഇനിയിപ്പോൾ പ്രവാസി വോട്ട് കൂടി വരികയാണെങ്കിൽ സ്വാഭാവികമായും അവരുടെ അടിസ്ഥാന വോട്ടുകൾ കൂടും. അങ്ങനെ ഇരിക്കെ CPMനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും മുസ്ലിം ലീഗ് തൊട്ടുകൂടാത്ത പാർട്ടിയാണ്. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചുള്ള നിലപാട് 1985 പോളിറ്റ് ബ്യൂറോവും കേന്ദ്ര കമ്മിറ്റിയും ചർച്ച ചെയ്തെടുത്തൊരു നിലപാടാണ്. മുസ്ലിം ലീഗുമായിട്ട് ഒരു മുന്നണി വേണ്ട എന്നുള്ള നിലപാട് നേരത്തെ പാർട്ടി അംഗീകരിച്ചതാണ്. ഇപ്പോൾ ആ സ്ഥിതിയിൽ മാറ്റം വരുത്തേണ്ടുന്ന ഒരു പുതിയ രാഷ്ട്രീയ സാഹചര്യം ദേശീയ തലത്തിലോ കേരളത്തിലോ ഇപ്പോൾ ഉരുത്തിരിഞ്ഞ് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആ ഒരു പ്രശ്നം പാർട്ടിയുടെ മുമ്പിൽ അജണ്ടയിൽ ഒരു ചർച്ചാ വിഷയം പോലുമല്ല. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ്. ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറി പദം പിണറായി വിജയൻ ഒഴിയുകയും ചെയ്തു. ആരായിരിക്കും 2016 മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി? ഞങ്ങൾ ഒരിക്കലും ഒരു തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ മുൻകൂട്ടി പ്രഖ്യാപിക്കാറില്ല. ഇലക്ഷൻ ആരംഭിക്കുന്ന ഘട്ടത്തിൽ നിയമസഭയിലേക്ക് മത്സരിക്കേണ്ട സ്ഥാനാർത്ഥികളെ ചർച്ച ചെയ്യും. അതിൽ നിയമസഭയിൽ പാർട്ടി ലീഡറായിട്ട് പ്രവർത്തിക്കാൻ പറ്റിയ സഖാക്കൾ കൂടി ഉൾക്കൊള്ളുന്ന ഒരു സ്ഥാനാർത്ഥി ലിസ്റ്റ് പാർട്ടി തയ്യാറാക്കും. ഇപ്പോഴേ സ്ഥാനാർത്ഥികൾ ആരാണ് എന്ന് ചർച്ച ചെയ്ത് ഓരോരുത്തരെയും സ്ഥാനാർത്ഥികളായി പ്രഖ്യാപിക്കുന്ന ഒരു നിലയിലുള്ള ഒരു ഇലക്ഷൻ സംവിധാനമല്ല CPM മുൻകാലങ്ങളിൽ സ്വീകരിച്ചിട്ടുള്ളത്. പാർട്ടിക്ക് പറ്റിയ സ്ഥാനാർത്ഥികളെയും ഗവൺമെൻറ്റിനെ നയിക്കാൻ പറ്റുന്ന ആളുകളെയും ഗവൺമെൻറ്റിൽ പങ്കെടുക്കേണ്ടുന്ന സഖാക്കളെയും എല്ലാം ഉള്ള ഒരു ടീമിനെ പാർട്ടി നിശ്ചയിക്കും. അത് കേരളത്തിൻ്റെ ഭാവി രൂപപ്പെടുത്താൻ കഴിയുന്ന ഏറ്റവും നല്ല ഒരു നേതൃനിരയെ ഭരണ പാഠവുമുള്ള ആളുകളെ തന്നെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളായിട്ട് പാർട്ടി നിശ്ചയിക്കും. പിണറായി വിജയൻ അഥവാ മത്സരിക്കുകയാണെങ്കിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കാവുന്ന ഭരണ മികവുള്ളയാളല്ലേ? അല്ല, ഇപ്പോഴാ ചോദ്യത്തിന് പ്രസക്തിയില്ല. കുറച്ച് കഴിഞ്ഞാൽ ആ ചോദ്യത്തിന് ഉത്തരം നൽകാൻ കഴിയും. ഇപ്പോൾ ഇലക്ഷൻ്റെ ഇനിയിപ്പോൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പാണ് നടക്കാൻ പോകുന്നത്. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഏതായാലും പിണറായി വിജയൻ മത്സരിക്കാൻ പോകുന്നില്ല. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞിട്ടാണ് അസംബ്ലി തിരഞ്ഞെടുപ്പ് വരാൻ പോകുന്നത്. ആ സന്ദർഭത്തിൽ ആരാണ് അസംബ്ലിയിലേക്ക് മത്സരിക്കേണ്ടതെന്നുള്ളത് ആ ഘട്ടത്തിൽ പാർട്ടി ആലോചിക്കും. പിണറായി വിജയൻ്റെ നേതൃത്വം ഒഴിഞ്ഞു. കോടിയേരി ബാലകൃഷ്ണൻ സംസ്ഥാന സെക്രട്ടറിയായി. കാലാന്തരത്തിൽ പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും രണ്ട് ധ്രുവങ്ങളിലാകും. നിങ്ങൾ തമ്മിൽ അത്ര നല്ല ബന്ധത്തിൽ തന്നെയാണോ? ഒരു ഭാവിയിലൊരു ഗ്രൂപ്പ് രൂപപ്പെടാത്ത വിധത്തിൽ ഗ്രൂപ്പുകൾ ഉണ്ടായാലുള്ള അനന്തരഫലം എന്താണ് എന്ന് ഇന്ന് കേരളത്തിലെ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും പൂർണ്ണ ബോധ്യമുണ്ട്. അതുകൊണ്ട് ഗ്രൂപ്പുകൾക്ക് അതീതമായി പ്രവർത്തിക്കാൻ കഴിയുന്നൊരു പാർട്ടിയായി കേരളത്തിലെ പാർട്ടി മാറി എന്നതാണ് ഇന്ന് പാർട്ടി വന്നിട്ടുള്ള ഏറ്റവും വലിയ ഒരു മാറ്റം. നേരത്തെ പാർട്ടിയിൽ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, അതാണ് വിഭാഗീയത എന്ന് പറയുന്നത്. അപ്പോൾ സഖാവ് പിണറായി വിജയൻ ഒരു ഘട്ടത്തിലും ഒരു ഗ്രൂപ്പിൻ്റെ നേതാവായിരുന്നില്ല. ഈ പാർട്ടി എടുക്കുന്ന തീരുമാനങ്ങൾ നടപ്പിൽ വരുത്തുക എന്നതാണ് സഖാവ് പിണറായി വിജയൻ എല്ലാ കാലത്തും പരിശ്രമിച്ചിട്ടുള്ളത്.
അതുകൊണ്ട് തന്നെ ഒരു ഗ്രൂപ്പിൻ്റെ നേതാവായിട്ട് സഖാവ് പിണറായി വിജയൻ ഒരു ഘട്ടത്തിലും പ്രവർത്തിച്ചിട്ടില്ല. എൻ്റെ പേരിൽ ഏതായാലും ഒരു ഗ്രൂപ്പ് ഉണ്ടാവുകയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ വ്യത്യസ്ത ധ്രുവങ്ങളിൽ നിന്നുകൊണ്ടുള്ള ഗ്രൂപ്പിസം എന്ന് ഇപ്പോൾ ചില ആളുകൾ ഇങ്ങനെ പല കണക്കും കൂടി പുറപ്പെടുന്നുണ്ടാകാം. അത് എപ്പോഴും നമ്മുടെ പാർട്ടിയിൽ ഇങ്ങനൊരു സ്ഥിതി ഉണ്ടാക്കണമെന്ന് ചിലർ ആഗ്രഹിക്കുന്നുണ്ട്. മുമ്പത്തെ അവസ്ഥ നികേഷിന് ഓർമ്മയുണ്ടാവും. ബാലാനന്ദൻ ഗ്രൂപ്പ്, നായനാർ ഗ്രൂപ്പ്, പിന്നീട് നായനാർ ഗ്രൂപ്പ്, അച്യുതാനന്ദൻ ഗ്രൂപ്പ്, ഇങ്ങനെയാണിത് ഡെവലപ്പ് ചെയ്തെടുത്തത്. ഒരു കാലത്ത് EMS ഗ്രൂപ്പ്, AKG ഗ്രൂപ്പ്. അതാണ് സെൻട്രൽ കമ്മിറ്റി പറഞ്ഞത്, കേരളത്തിലെ പാർട്ടി സഖാക്കൾ പാർട്ടിക്ക് പിന്നിൽ അണിനിരക്കുക, ഒരു വ്യക്തിക്ക് പിന്നിലും അണിനിരക്കാൻ പാടില്ല. ഇതിലേക്ക് എത്താൻ കേരളത്തിലെ പാർട്ടിക്ക് സാധിച്ചു എന്നതാണ് ഇത്തവണത്തെ സംസ്ഥാന സമ്മേളനത്തിൽ കേരളത്തിലെ പാർട്ടി നേടിയ പ്രധാനപ്പെട്ട വിജയമെന്നാണ് എനിക്ക് പറയാൻ സാധിക്കുന്നത്. വളരെ നന്ദി ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ. എല്ലാ ഭാവുകങ്ങളും CPM-ന്റെ പുതിയ സംസ്ഥാന സെക്രട്ടറി വന്നു. താങ്ക് യു.